എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിൽ നിന്ന് വന്നൊരു കൊറിയറിൽ നിന്നാണ്. ഏകദേശം ഒരു 6 ദിവസത്തോളമായി നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ട്രക്കിന് വേണ്ടിയുള്ള സ്റ്റിക്കറാണ്. ബോക്സിനകത്ത് എന്താണെന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് കിങ്ങിണി. എൻഫോഴ്സർ എന്ന് പറഞ്ഞ കമ്പനിയുടെ കിങ് പിൻ ലോക്കാണിത്. ഇതുമായിട്ട് നമ്മൾ വന്നത് നമ്മുടെ ട്രക്കിന്റെ സ്ഥിരം പാർക്കിംഗ് ആയ ടിഎയിലേക്കാണ്. ഇവിടെ ട്രെയിലർ പാർക്ക് ചെയ്തിട്ട് ട്രക്ക് വാഷും ചെയ്തിട്ട് വേണം വീട്ടിലേക്ക് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ. ട്രക്കിനെ കുറിച്ചും ട്രെയിലറിനെ കുറിച്ചും അധികം ഐഡിയ ഇല്ലാത്തവർക്കും അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരോട് കൂടിയാണ്. ട്രെയിലർ നമ്മൾ ആദ്യം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ലൈനുകളൊക്കെ അൺഹുക്ക് ചെയ്തിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ലാൻഡിംഗ് ഗിയർ ഇതാക്കുക എന്ന പരിപാടിയാണ്. അതിനുശേഷമായിരിക്കണം നമ്മൾ കിങ് പിന്റെ ലോക്ക് അൺഹുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിലർ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഇതിന് ശേഷമാണ് നമ്മൾ കിങ് പിന്റെ ലോക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ലോക്ക് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യചിഹ്നം നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും കാണും. മെയിൻലി നമ്മൾ ഈ കിങ് പിൻ ലോക്ക് യൂസ് ചെയ്യുന്നത് ട്രെയിലർ എവിടെയെങ്കിലും സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയാണ്. ഈ ലോക്ക് ഉണ്ടെങ്കിൽ വേറൊരു ട്രക്ക് കൊണ്ടോ ഒരു യാർഡ് മൂവ് ചെയ്യുന്ന ട്രക്ക് കൊണ്ടോ ഇത് പുള്ള് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ ട്രെയിലർ എവിടെയെങ്കിലും ഇട്ടാൽ അത് സേഫ് ആയിട്ട് അവിടെ കിടന്നോളും. അതിനുവേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് കിങ് പിൻ ലോക്ക് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ട്രക്ക് വാഷ് ചെയ്യുന്നത് അമേരിക്കൻ കമ്പനിയായ ബ്ലൂ ബീക്കൺ എന്ന് പറഞ്ഞ ട്രക്ക് വാഷിലാണ്. അവിടേക്ക് ചെന്ന് നോക്കിയപ്പോൾ നല്ല തിരക്കായിരുന്നു. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് തൊട്ടിപ്പുറയുള്ള ഒരു പഞ്ചാബി ചേട്ടൻ്റെ കടയിലേക്ക് പോരുന്നത്. ഇവിടെയും റേറ്റ് ഒക്കെ സെയിം ആണ്, പക്ഷെ ഇത്തിരി കൂടെ തിരക്ക് കുറവുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോരുന്നത്. പഞ്ചാബിയുടെ ട്രക്ക് വാഷിംഗ് ഒക്കെ ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരൊക്കെ മെക്സിക്കൻസ് ആണ്. അങ്ങനെ നമ്മുടെ ട്രക്ക് വാഷ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത്. ഹൈവേ എടുത്ത് തന്നെ പോവാന്ന് വിചാരിച്ചു. കാരണം വണ്ടിയിൽ അപ്പിടി വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് തോർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈവേ കൂടെ നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചാലേ പറ്റൂ. ഇവിടെ പുതിയതായിട്ട് പണിയുന്ന ഒരു വീടിന്റെ സ്ട്രക്ചർ വർക്കാണ് കാണുന്നത്. നാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടുത്തെ വീട് പണി. മൊത്തം തടിയുടെ പണികളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി.
ഹൈവേ കൂടെ തന്നെ വന്നുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അയക്കാനുള്ള പരിമിതി കൊണ്ട് നമ്മൾ 3 അടിയുടെ ഷീറ്റുകളിലായിരുന്നു ഇത് പ്രിന്റ് ചെയ്തിരുന്നത്. സ്റ്റിക്കർ ഒട്ടിച്ച് വലിയ മുൻപരിചയമൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പച്ച വണ്ടിയിൽ ഒട്ടിച്ച എക്സ്പീരിയൻസ് വെച്ച് ഇത് അത്യാവശ്യം എളുപ്പത്തിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട്. 1-2 പേര് പറയാതിരിക്കാൻ പറ്റൂല. മെയിനായിട്ട് നമ്മുടെ ക്യാപ്ചർ ക്രൂ ആണ് ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ട്രാവലറിന്റെ വർക്ക് മുതലേ ക്യാപ്ചർ ക്രൂ ആണ് നമുക്ക് വേണ്ടി ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് ഡിസൈനിങ് വർക്കിനും നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ പറഞ്ഞു തീരും മുന്നേ കട്ടൻ കാപ്പി എത്തി. കട്ടൻ കാപ്പിക്കും പറയാനുണ്ടൊരു കഥ. പപ്പ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അനിച്ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വയനാട്ടിൽ അവർ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ഹോം മെയ്ഡ് കാപ്പിപ്പൊടിയാണ്. അടുത്തതായിട്ട് നമ്മളെ ഷിപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സമൂഹത്തിന്റെ സ്വന്തം കമ്പനിയായ ഫോക്സൈ ആണ്. നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട എന്ത് വർക്കിനും അവരെ കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് സമയം പോകുന്നത് അറിയുന്നില്ല. അങ്ങനെ ഓരോരോ ഡ്രിങ്ക് ആയിട്ട് കടന്നു വന്നു. ആദ്യം കട്ടൻ കാപ്പി വന്നു, ദേ ഇപ്പൊ ഫ്രഷ് ലൈം വന്നു. അങ്ങനെ ഏകദേശം രാത്രി 9:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റിക്കർ വർക്കിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതുകൂടാതെ ടയറിന്റെ ലെഗ് നട്ട്സും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിമ്പടവും നമ്മൾ കെട്ടി. അങ്ങനെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ ട്രക്കിംഗ് വിശേഷങ്ങളും വീഡിയോകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.